നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ഗംഗയും ശാരദയും കൂടെ അടുക്കള സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വീട്ടിലേക്ക് വന്ന ഗസ്റ്റും അവരുടെ മോളും കൂടെ അടുക്കളയിലേക്ക് വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ശാരദ ചോദിച്ചു, ഇവരെന്തിനാ അടുക്കളയിലേക്ക് വരുന്നതെന്ന് ചോദിച്ചു. ഗംഗ പറഞ്ഞു, മിണ്ടാതിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് അവർ ചോദിച്ചു, അല്ലെ എന്തെടുക്കുവാന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗംഗയ്ക്ക് എന്ത് പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. ശാരദ ചോദിച്ചു, എന്തൊക്കെയാണ് ഇവര് ചോദിക്കണേന്ന് ചോദിച്ചു. കാരണം അവർ തമിഴ് പറയുന്ന സമയത്ത് ശാരദയ്ക്ക് തമിഴ് അത്ര വശം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഗംഗ പറഞ്ഞു, അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണിയായിരുന്നു പറഞ്ഞു. ഓ, കഴിക്കാൻ എന്താന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ ഗംഗ പറഞ്ഞു, അത് ഇഡ്ഡലിയാന്ന് പറഞ്ഞു. ഇഡ്ഡലിയോ? അതെ, ഇഡ്ഡലി ചമ്മന്തി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഓ, പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ മോൾക്ക് ഇഡ്ഡലി അത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ബ്രെഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. ബ്രെഡ് ഉണ്ട്. അപ്പോഴും ശാരദ ചെടി, ബ്രെഡിന് എങ്ങനെയാടി ചമ്മന്തി കൂട്ടി കഴിക്കണമെന്ന് ചോദിക്കണം. അമ്മയൊന്നും മിണ്ടാതിരിക്കാൻ ഗംഗ പറഞ്ഞു. ബ്രെഡിന്റെ കൂടെ ജാമ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ജാമ് തരാന്നൊക്കെ പറയണം. ആ സമയത്ത് കാവേരി ഇങ്ങോട്ട് വരുന്നേ. കാവേരി ഭയങ്കര സന്തോഷത്തോടു കൂടി വന്നിട്ട് പറഞ്ഞു, ഗുഡ് മോർണിംഗ് മാം, എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയോന്നൊക്കെ ചോദിച്ചു. നന്നായിട്ട് ഉറങ്ങിയെന്നൊക്കെ പറഞ്ഞു. നല്ല തമിഴിൽ തന്നെ കാവേരി സംസാരിക്കുന്നുണ്ട്. ആ സംസാരം കേട്ട് കഴിഞ്ഞപ്പോ ഗംഗയും അതുപോലെ ശാരദയും പരസ്പരം നോക്കുവാണ്. അവർക്കൊന്നും മനസ്സിലായില്ല, ഇവൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാന്നുള്ള ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. ഒടുവില് ശാരദ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ് കാവേരിയെ. കാവേരിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവർ അടുക്കളയിൽ വന്നേന്നുള്ള കാര്യം. ആ സമയം അവരിങ്ങനെ മൊത്തത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, നല്ല ക്ലീൻ ആയിട്ടുണ്ട് അടുക്കള. കാവേരി പറഞ്ഞു, അല്ലെങ്കിലും എന്റെ അമ്മ എങ്ങനെയാ പണ്ട് മുതൽ നല്ല വൃത്തിയാന്നൊക്കെ പറഞ്ഞു. അതെ, പുറത്തൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളുണ്ട്, മഞ്ഞൊക്കെ ഉണ്ട്, അതൊക്കെ കാണണ്ടേ, പുറത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. നിങ്ങൾ വാന്നും പറഞ്ഞുകൊണ്ട് അവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങണം. അപ്പോഴേക്ക് ശാരദ കാവേരിയെ വിളിച്ചു, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കാവേരി വന്നിട്ട് ചോദിച്ചു, എന്താ എടി, എന്തൊക്കെയാടി അവർ ഒന്ന് പറയണേ, നീ എന്തൊക്കെയാ മറുപടി കൊടുക്കണേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അല്ല, നിനക്ക് എങ്ങനെ ഈ ഭാഷയൊക്കെ അറിയാമെന്ന് ചോദിച്ചു. അമ്മേ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തെ ഒരു തമിഴ്ക്കാരൻ ചെക്കനോട് ഭയങ്കര കമ്പനിയായിരുന്നു, ഞങ്ങൾ പ്രണയത്തിലായിരുന്നു, അങ്ങനെ ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു. ദേ ഒരെണ്ണം വെച്ച് തന്നാണ്ടല്ലോ എന്ന് ശാരദ പറഞ്ഞു. കാവേരി അതും പറഞ്ഞിട്ട് ഓടിപ്പോയി. ആ സമയം ഗംഗ പറഞ്ഞു, എന്റെ അമ്മേ, അവള് വെറുതെ പറഞ്ഞല്ലേ, അമ്മ അതൊക്കെ വിശ്വസിച്ചോന്ന് ചോദിച്ചു. അല്ലടി, അവളായതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നീട് യമുന കോളേജിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും യമുനയ്ക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല, ഫീസും കാര്യങ്ങളൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല. യമുന ക്ലാസ്സിന് പുറത്ത് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് വിശാല് വരുന്നത്. വിശാല് വന്നു കഴിഞ്ഞപ്പോ യമുന ക്ലാസ്സിന് പുറത്തേക്കുന്നുണ്ട്. എന്താ യമുന, നീ എന്താ ക്ലാസ്സിൽ കയറാത്തെന്ന് ചോദിച്ചു. അതെ, ക്ലാസ്സിൽ കയറണ്ടെന്ന് പറഞ്ഞു. ആര്? സാർ പറഞ്ഞു പറഞ്ഞു. അല്ല, അതിന്റെ കാര്യം എന്താ? ഫീസ് അടച്ചിട്ടില്ല. ഫീസ് അടച്ചിട്ടില്ലേ? അതെ. ആദ്യം യമുന അടുത്ത് പറയണം നിർത്തി, പിന്നെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, ഫീസ് അടയ്ക്കാത്തോണ്ട് കയറാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. എനിക്കിനി എന്ത് ചെയ്യണം നടത്തില്ല, സെമസ്റ്റർ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു. ഓ, അപ്പൊ അതാണ് കാര്യം, നിനക്ക് അന്ന് ഒന്ന് ചോദിക്കാൻ മേലായിരുന്നെന്ന് ചോദിച്ചു. അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അതെന്താ, ഞങ്ങൾ എന്താ അന്യരാണെന്ന് ചോദിച്ചു. ഞാൻ അച്ഛനോട് വേണമെങ്കിൽ ചോദിച്ചു പൈസ വാങ്ങി തരാന്ന് പറഞ്ഞു ഫീസ് അടയ്ക്കാനുള്ള. വേണ്ട വിശാലെ, അതൊന്നും വേണ്ട, അതൊന്നും ശരിയാകത്തില്ല. അത് മാത്രമല്ല, എന്റെ അച്ഛന്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ ഞങ്ങൾക്ക് വീട് വിട്ട് ഇറങ്ങേണ്ട വന്നായിരുന്നല്ലോ, വീട് തിരികെ പിടിക്കാണ്ട് കുറെ പൈസ ചെലവായി. പിന്നെ ഇപ്പൊ ഇതും കൂടെ ഞാൻ എങ്ങനെ വീട്ടിൽ പറയണമെന്ന് ഓർത്താ പറയാതിരുന്നേ, ആ തിരക്കിനിടയ്ക്ക് ഞാനിത് മറന്നും പോയായിരുന്നു പറഞ്ഞു. അത് സാരില്ല എമ്മിനെ, ഞാൻ എന്താണല്ലോ അച്ഛനോട് പറഞ്ഞ് പൈസ വാങ്ങി തരാന്ന് പറഞ്ഞു. വേണ്ട, സാരില്ല. അല്ല, നീ ഒരു കാര്യം ചെയ്യാം, ഞാൻ സാറിനോട് സംസാരിക്കാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ വീട്ടിലേക്ക് തിരികെ പോകാന്ന് പറഞ്ഞു. വീട്ടിലേക്ക് തിരികെ പോകാനോ? അതെ, ഞാൻ ക്ലാസ്സിൽ കയറുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. യമുനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. വിശാല് പറഞ്ഞു, ദേമനെ, ഒന്നുമല്ലെങ്കിലും നമ്മൾ അന്യരൊന്നും അല്ലല്ലോ, നിനക്കറിയാവുന്ന കാര്യമല്ലേ, അത് സാരല്ലേ വിശാലെന്നും പറഞ്ഞുകൊണ്ട് യമുന എന്ത് ചെയ്തു, പോകാൻ ഇറങ്ങി. വിശാൽ അത് നോക്കി നിൽക്കുകയാണ്. യമുനയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു വിശാലിനോട് അങ്ങനെ പറയേണ്ടി വന്നേല് ഫീസിന്റെ കാര്യത്തെക്കുറിച്ച്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പിന്നെ വിശാല് ചോദിക്കില്ലേ, എന്തിനു വേണ്ടിയിട്ടാ ക്ലാസ്സിന് പുറത്തേക്കുന്നേ, ക്ലാസ്സിൽ കയറി ഇരിക്കാൻ മേലായിരുന്നു എന്ന്. പിന്നീട് കാവേരി പതിവ് പോലെ തന്നെ ജോലിക്ക് കഴിഞ്ഞപ്പോഴത്തേനും ആസിഫ് എന്നിട്ട് നിവിനോട് പറഞ്ഞു, ദേ വന്നിട്ടുണ്ട്, അവള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വന്നോ? അങ്ങനെ നിവിന് കാവേരി അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട്, ഇന്നലെ ഭയങ്കര തലവേദനയായിരുന്നല്ലോ, തലവേദനയൊക്കെ കുറഞ്ഞോന്ന് ചോദിച്ചു. കുറഞ്ഞു, നല്ല തലവേദനയായിരുന്നു ചോദിച്ചു. അതെ, വീട്ടിൽ ചെന്ന് നല്ല സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോ തലവേദന കുറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിവിൻ പറഞ്ഞു, ഞാൻ ഇന്നലെ വീണ്ടലോടെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു.
വീടിന്റെ അല്ലോടെ? അതെ. ഇന്നലെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ചോദിച്ചു. ഫംഗ്ഷൻ ഒന്നും ഇല്ലായിരുന്നു പറഞ്ഞു. ദൈവമേ, ഇനിയിപ്പം വീട്ടിൽ ഗസ്റ്റുകൾ വന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമോ? ഹോം സ്റ്റേ തുടങ്ങിയ കാര്യം. അതുകൊണ്ടാണ് നിവിൻ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചിന്ത കാവേരിയുടെ മനസ്സിലുണ്ടായി. പിന്നീട് കാവേരി ചോദിച്ചു, അല്ല നിവിൻ എന്തിനാ വീട്ടിലെങ്ങോട്ട് വന്നേ? അത് നിങ്ങളുടെ വീടിന്റെ അടുത്ത് വരെ എനിക്ക് വരേണ്ടതായിട്ട് വന്നു. അപ്പൊ അതിലൂടെ പോയപ്പോ ഞാൻ അവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. എന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചു. പെട്ടു. ദൈവമേ, ഇങ്ങനെ അതും കണ്ടുവന്നൊരു ചിന്തയായിരുന്നു കാവേരിയുടെ മനസ്സിൽ. അതേപോലെ നിവിനോട് ജയപാലൻ വിളിച്ച് പറഞ്ഞു എന്നുള്ള കാര്യം നിവിൻ പറഞ്ഞതുമില്ല. പെട്ടെന്ന് കാവേരി അവിടെ കൊണ്ട് ഉരുണ്ട് കളിക്കുകയാണ്. കള്ളത്തരം പറഞ്ഞല്ലേ മതിയാവുള്ളൂ. ഓ, അതാണോ കാര്യം? അതെ, തൊട്ടടുത്ത വീട്ടിൽ ഗസ്റ്റ് വന്നായിരുന്നു. അപ്പൊ അവർക്ക് അവിടെ താമസിക്കാണ്ട് സ്ഥല സൗകര്യം കുറവായതുകൊണ്ട് വീട്ടിലേക്ക് വന്നേ. പിന്നെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ അച്ഛൻ മരിച്ചിട്ട് ഇത്ര നല്ല ആയുള്ളൂ. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ അവര് വന്നു കഴിഞ്ഞപ്പോ അവര് സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമോ, അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണല്ലേ, അല്ലാതെ വേറൊന്നും അല്ലല്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഇവള് കള്ളം പറയുന്ന, ഇവളുടെ കള്ളത്തരം കണ്ടുപിടിക്കണല്ലോ എന്ന് നിവിൻ മനസ്സിൽ വിചാരിക്കണം. ആ സമയം കാവേരി മനസ്സിൽ കരുതി തന്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെട്ടോ. ഒരു പക്ഷെ നിവിനോട് ആരെങ്കിലും പറഞ്ഞാണോ, നിവിൻ ഇനി വന്ന് കണ്ടാണോന്ന് അറിയത്തില്ല. മൊത്തം പ്രശ്നമായല്ലോ. ദൈവമേ, കള്ളത്തരം പറഞ്ഞു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാവും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ കാവേരിക്കും ടെൻഷനായി. ഇതേ സമയത്ത് മിന്നും കടയില് ഇക്കായോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിനീത് ആ കാഴ്ച കാണുന്നേ. ഗംഗ 2 കയ്യില് ഷോപ്പർ നിറച്ച് സാധനവും മേടിച്ചുകൊണ്ട് നടന്നു പോകുന്നേ. അത് കണ്ടപ്പോ വിനീതിന് സഹിച്ചില്ല. വിനീത് പെട്ടെന്ന് കടയിൽ നിന്ന് ഇറങ്ങി ഓടി ഗംഗയുടെ അടുത്തേക്ക് എല്ലുവാണ്. ഗംഗയുടെ അടുത്ത് നിന്നിട്ട് ഗംഗ ഇങ്ങോട്ട് ഞാൻ പിടിക്കാന്ന് പറഞ്ഞു. വേണ്ട വിനീതേട്ടാ, ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞു. ഇങ്ങനെ തരാനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അത് വാങ്ങി പിടിച്ചു. അതും പിടിച്ചോളങ്ങ് നടക്കുവാണ്. ഗംഗ പിന്നാലെ തന്നെ ഇങ്ങനെ തൊട്ട് മുട്ടുരുമി അങ്ങ് ഗംഗയും പിന്നെ വിനീതിനോടൊപ്പം നടക്കുവാണ്. ഈ കാഴ്ച തയ്യൽക്കട ഇരുന്നിട്ട് ഇക്കായൊക്കെ കണ്ടു. ഇക്ക പറഞ്ഞു, നോക്കടാ നോക്ക്, കണ്ടോ വിനീതിന്റെ ഒരു പോക്ക് കണ്ടോ? എന്തായിരുന്നു ശരിക്കും പറഞ്ഞാല് ആ പെങ്കൊച്ചിന്റെ കല്യാണം മുടങ്ങിയത് അവൻ അനുഗ്രഹമായില്ലെന്ന് ചോദിച്ചു. എത്ര കാലം അവന് ആ പെങ്കൊച്ചിനെ മനസ്സിൽ കൊണ്ടുവരുന്ന, എന്നിട്ട് ഒടുവില് ആ പെങ്കൊച്ചിന് വേറൊരു കല്യാണം വന്നു കഴിഞ്ഞപ്പോ ആ പിന്നാലെ പോയതാ. പക്ഷെ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നേ. അവസാനം വിനീതിന്റെ കാൽച്ചോട്ടിലേക്ക് തന്നെ വന്നില്ല എന്നൊക്കെ ഇക്ക തന്റെ കൂട്ടുകാരോട് പറയണം. അതെ അതെ, അത് ശരിയാ. പാവം വിനീതേട്ടന്റെ മനസ്സ് നല്ലതായതുകൊണ്ടാ, അല്ലെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പറഞ്ഞു. കെങ്കിക്കാണെങ്കിൽ വിനീതിനോട് വല്ലാത്തൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയായിരുന്നു ആ സമയത്ത്. കാരണം താൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഇങ്ങനെ കവറും പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പൊ വിനീതേട്ടൻ സഹിക്കാത്തോണ്ടാണല്ലോ വിനീതേട്ടൻ വന്ന് വാങ്ങിയത്. പിന്നീട് വിനീത് ചോദിച്ചു, അല്ലൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോയാൽ പോരായിരുന്നെന്ന് ചോദിച്ചു. അതിനൊക്കെ കുറെ പൈസ ആവില്ലേ വിനീതേട്ട, അതുകൊണ്ടാന്ന് പറഞ്ഞു. വിനീതിന് മനസ്സിലായി ഗംഗ എത്രമാത്രം പിശുക്കുന്നുണ്ട്. കാരണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് പിശുക്കല്ലേ മതിയാളൂ, വീട്ടുകാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അങ്ങനെ അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.